മച്ചാമാരെ നമസ്കാരം. കുറച്ച് നാളായിട്ട് വീഡിയോ നേടാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ടീം തലശ്ശേരി 369 എന്നാണ് അതിൻ്റെ പേര്. അത് വേറൊന്നല്ല, സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നാമ്പുറം മീൻസ് ആർട്ട് മേഖലയുള്ള അതുപോലത്തെ മേഖലയിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒത്തു വരട്ടെ. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരും ടീം തലശ്ശേരി 369 എന്നാണ്. അപ്പോൾ ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവണം. ടീം തലശ്ശേരി എന്ന് പേരിടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. തലശ്ശേരി ബേസ് ചെയ്തിട്ട് 2012 തട്ടത്തിൻ മറയത്ത് സിനിമ പുറത്തിറങ്ങി. ആ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. മൈ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. ആ സിനിമ ഒരു ലവ് സ്റ്റോറി, അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി എന്താ പറയുക, ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല. തട്ടത്തിൻ മറയത്ത് പോലത്തെ ഒരു ലവ് സ്റ്റോറി ഇനിയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇനിയും സക്സസ് ആവും, വർക്കാവും എന്നാണ് വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു പേര് എനിക്ക് ഇടാനുള്ള കാരണം അത് തന്നെയാണ്. തലശ്ശേരി ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമാ സംഘം അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കാൻ അതിയായ ആഗ്രഹമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിൽ നിന്ന് ഉയർന്നു വരുന്നു. നല്ല നല്ല പുതിയ ഹിറ്റ് പടങ്ങൾ അതിൽ നിന്ന് ആ ഒരു ബെൽറ്റിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ തലശ്ശേരി ടീം എന്ന് തന്നെ പേരിട്ടത്. ടീം തലശ്ശേരിയിൽ ബേസ് ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന പിൽക്കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും ശക്തരായിട്ടുള്ള നല്ല കലാകാരന്മാരുള്ള ഒരു ബെൽറ്റ് തലശ്ശേരി ബേസ് ചെയ്തിട്ടുണ്ട് ഉയർന്നു വന്നു. അപ്പോൾ ആ ടീമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഏകദേശം എല്ലാ ചിത്രങ്ങളും വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ ആ ഒരു ടീമിൻ്റെ ആ ഒരു ബെൽറ്റിൽ പുറത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഇന്ന് വരെ വിജയിച്ചിട്ടേ ഉള്ളൂ. അത് നല്ല സമൂഹത്തിന് നല്ല ആശയങ്ങൾ നൽകുന്ന അത്തരത്തിലുള്ള സിനിമകൾ ഉയർന്നു വന്ന അത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ബോക്സ് ഓഫീസ് ഹിറ്റ് എന്താ പറയാൻ വാക്കുകളില്ല. അപ്പം അത്ര ഒരു സിനിമ, ഒരു സംഘടന, ഒരു സംഘം ചെറുപ്പക്കാർ ഉയർന്നു വരുന്ന ഇതിൻ്റെ ഒരു ബേസിലാണ്. അപ്പോൾ ആ ടീമിനോട് എനിക്ക് ഭയങ്കര ആരാധനയാണ് എല്ലാ കാലത്തും. അത് നമുക്ക് മലയാളികൾ ആരും ഇഷ്ടപ്പെടാതെ, ആർക്കും തന്നെ എന്താ പറയുക, ഇഷ്ടക്കേടുണ്ടാവില്ല. ആ ഒരു ബെൽറ്റിലൂടെ ഉയർന്നു വന്ന കലാകാരന്മാർ ഇന്ന് സൂപ്പർ സ്റ്റാർ ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിവിൻ പോളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ്. തട്ടത്തിൻ മറയത്ത്